कुंज बिहारी जयो राधा माधव कुंज बिहारी जय गोविंद वल्लभा गिरिवरधारी जयो राधा माधव कुंज बिहारी नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामी इति नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यादेशधारिणे जयो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री जयो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे कृष्ण बलराम की जय राधा श्याम सुंदर ललिता विशाखा देवी की जय गौरनिताय की जय शील प्रभुपाद की जय गुरुदेव की जय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः तस्मै श्रीगुरुवे नमः तस्मै श्रीगुरुवे नमः उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युं नमाम्यहम् श्री श्री नरसिंह भगवान की जय नरहरि की जय प्रहलाद महाराज की जय എല്ലാവർക്കും സുസ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദശകം ഒന്നാണ് പഠിച്ചത് ദശകം ഒന്നിന്റെ 9 ശ്ലോകം വരെ പോയി നമ്മള് സമയം കിട്ടാത്തത് കൊണ്ട് പിന്നെ 10ാമത്തേതിൽ പോകാൻ പറ്റില്ല എല്ലാവർക്കും ഒരു ഐഡിയ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്കിനി 10ാമത്തെ ശ്ലോകം തുടങ്ങാമല്ലോ അല്ലേ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 100 നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനും വളരെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലെ എല്ലാവരും തയ്യാറാണല്ലോ അല്ലെ ഐശ്വര്യം ശങ്കരാദീശ്വര വിനയമനം വിശ്വതേജോഹരാണ തേജസംഹാരി വീരം വിമലമഭിയശോ നിസ്പ്രഗേചോവീത അംഗാസംഗാസനാസുരി അഖില വിരസി നഖാവിദേ സംഗമാർത്ത തബ്ദാദാകാരവാസി മുരകര ഭഗവ ശബ്ദമുഖ്യാശ്രയോസി ഐശ്വര്യം ശങ്കരാരീശ്വര വിനയമനം വിശതേജോഹരാണം തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പ്രഗേചോവീത അംഗാസംഗാസനാശ്രീ അഖിലവിദസീന കാബിദേ സംഗവാർത്ത ശബ്ദാരാകാരവാസിൻ മുരകര ഭഗവ ശബ്ദമുഖ്യാശ്രയോസി വേട് ബൈ വേട് പറയാം ഐശ്വര്യം ശങ്കരാത് ഈശ്വര വിനയമനം ശങ്കരാത് ഈശ്വര വിനയമനം വിശ്വതേജോ ഹരാണ
തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹേ ചോപഗീതം. അംഗാസംഗാസദാ ശ്രീ അഖില വിദസി ന കാവിദേ സംഘവാർത്ത തദ്വാദ ഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. തദ്വാദ ഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. വേട് ബൈ വേട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിന്. എവിടെയെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ. ഹരേ കൃഷ്ണ. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. ഉണ്ട് മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒന്ന് വായിച്ചു നോക്കിയേ. എവിടെങ്കിലും ഒരു സംശയം ഉണ്ടോ എന്ന് നോക്കിയേ. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ ചൊല്ലിത്തരണേ മാതാജി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനയമനം ദിശ്യതേജോഹരാണം തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹേ ചോപഗീതം. നിസ്പൃഹേ ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീ അഖില വിദസീന കാവിദേ സംഘവാർത്ത തദ്ദാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. വേട് ബൈ വേട് നോക്ക. ഐശ്വര്യം ശങ്കരാദീശ്വര വിനയമനം വിശ്വ തേജോ ഹരാന തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹേ ചോപഗീതം. അംഗാസംഗാസദാ ശ്രീ അഖില വിദസി ന കാവിദേ സംഘവാർത്ത തദ്വാദാ ഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യം ശങ്കരാദീശ്വരദ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈചോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാഭിദേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഒരാളോട് ചൊല്ലിയത്. ഹരിബോൾ ചൊല്ലിക്കോളൂ. ഒരു കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഐശ്വര്യം ശങ്കരാദീശ്വര ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈചോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപി തേ സംഘവാർത്ത തത്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി. ഹരിബോൾ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഓരോ ദശകം തീരുമ്പോഴും നമ്മൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ചൊല്ലിയിട്ടാണ് നിർത്തുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ആദ്യം മുതലേ നമ്മളാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാന്ദ്രാനന്ദാവബോധത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭഗവാന്റെ ഇതിൽ പറയുന്നു. ഭഗവാനോ ഐശ്വര്യം. ഐശ്വര്യം ഈശ്വരത്വം. ഭഗവാനാണ് ഏറ്റവും 64 ഗുണങ്ങളുള്ളതും ഭഗവാന് മാത്രമേ ഉള്ളൂ. അതില് ഭഗവാനാണ് ഐശ്വര്യം. പിന്നെയോ ശങ്കരാദീശ്വര വിനയമനം. ശ്രീ പരമേശ്വരൻ മുതലുള്ള ഈശ്വരന്മാരെ കൂടി നിയമിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഭഗവാന്റെ വിശ്വരൂപത്തിൽ നമുക്ക് കാണാമെന്നുള്ളതാണ്. ശങ്കരൻ പോലും ശങ്കരാദീശ്വര വിനയമനം. ശങ്കരനെ പോലും വിനയമനം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പൊന്നു ഭഗവാൻ. ഇനി അടുത്തതോ വീര്യം വിശ്വതേജോ ഹരാണ തേജസ്സംഹാരി. ഭഗവാന്റെ വീര്യമോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. സർവ തേജസ്സുകളെയും പിടിച്ചടക്കുന്നതാണ് ഭഗവാന്റെ വീര്യം. സൂര്യനോ അഗ്നിയുടെയോ
പ്രതിഭകളെ പോലും കീഴടക്കുന്നതാണ് ഭഗവാന്റെ ആ തേജസ്. ഐശ്വര്യം, വീര്യം, തേജസ്. ഇനിയോ വിമലമിഷ്യാഭി, സംശുദ്ധമായ യശസ്. ഭഗവാന്റെ യശസ്സിനെ പറയാൻ പറ്റുമോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം പറഞ്ഞിട്ടുണ്ട്, 125 വയസ്സ് വരെ ഭഗവാൻ ഈ ഭൂമിയിലെ ലീലകളാടി. പക്ഷെ ഒരു ഫോട്ടോ പോലും നമുക്ക് കാണാൻ പറ്റില്ല ഭഗവാന്റെ ആ എന്താ പാർത്ഥിക രൂപം എന്നുള്ള ആ ഒരു രൂപത്തില്. ഭഗവാന്റെ യശസ് എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ആരേ ഉള്ളൂ? ഒന്ന് കണ്ണ് മാത്രമേ ഉള്ളൂ. വേറെ ആരാ ഉള്ളത്? ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. നമ്മളിപ്പോ ഒന്ന് വീഴാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മയെന്ന് വിളിക്കൂ, അല്ലെങ്കിൽ കൃഷ്ണ എന്ന് വിളിക്കൂ എന്നുള്ളതാണ്. ആ കൃഷ്ണന്റെ നാമമാണ് നമ്മുടെ നാവിന്മേൽ എപ്പോഴും വേണ്ടതും ഉണ്ടായിരിക്കുന്നതും. മിക്കവാറും എല്ലാവരും എനിക്ക് തോന്നുന്നു 75% ആൾക്കാർ അമ്മമാർക്കെല്ലാം തന്റെ പൊന്നുണ്ണിയാണ് കൃഷ്ണന്. ആ കൃഷ്ണന്റെ ഐശ്വര്യം നോക്കൂ, ശങ്കരനെ പോലും നിയന്ത്രിക്കുന്നു, വീര്യം അതുപോണം തേജസ്. പിന്നെയോ നിസ്പ്രൈകേജ ഉപഗീതം, നിസ്പൃഹന്മാരിൽ ആവശ്യമില്ലാത്ത സിദ്ധന്മാരാൽ പോലും പുകഴ്ത്തപ്പെടുന്നത് ആരെയാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനെ, സാക്ഷാൽ കൃഷ്ണനെ. അഖില വിദസി സംഘവാർത്താതെ. അതുകൊണ്ടോ സാക്ഷാൽ ലക്ഷ്മി ദേവി എന്താ ചെയ്യുന്നത്? ഏത് കാലത്തും ഭഗവാന്റെ തിരുവുടലിനോട് മാത്രം താല്പര്യം കാണിച്ചു നിൽക്കുന്നു. ലക്ഷ്മി ദേവി വേറെങ്ങും പോവില്ല. ലക്ഷ്മി ദേവിയുടെ ഭർത്താവില്ലാത്ത സ്ഥലത്ത് ലക്ഷ്മി ദേവി പോവില്ല. നമ്മൾ ലക്ഷ്മി ദേവിയുടെ പൂജ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മിയോട് വരില്ല. എവിടെ ഭഗവാന്റെ പൂജയുണ്ടോ, ഭഗവാന്റെ നാമങ്ങളുണ്ടോ, ആ തിരുനാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലികാലത്തിൽ എന്താ ഉള്ളത്? വേണ്ടുന്നത് നാമസങ്കീർത്തനം. സംഘമായിട്ടിരുന്നിട്ട് കീർത്തനം ചെയ്യണം നാമം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക്, നമ്മൾ എല്ലാവരും പറയും ഞങ്ങൾ നല്ലോണം നാമം ചെല്ലുന്നുണ്ട്, നമ്മൾ പൂജാമുറി ഞങ്ങൾ നല്ലോണം നാമം ചെല്ലുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ മനസ്സെവിടെയായിരിക്കും? നാവിന്റെ ഒരു എക്സർസൈസ് മാത്രമാണ് നമ്മുടെ നാമം. പക്ഷെ മനസ്സ് വേറെ എവിടെയെങ്കിലും. പക്ഷെ സങ്കീർത്തനമായിട്ട് എല്ലാവരുമായിട്ട് സംഘം ചേർന്നിട്ട് കീർത്തനം ചെയ്തു കഴിഞ്ഞാലോ കുറഞ്ഞ എനിക്ക് തോന്നുന്നു 75% നമ്മുടെ മനസ്സ് അവിടെ തന്നെ കാണുന്നുള്ളതാണ്. എല്ലാവരും ഭഗവാന്റെ മഹാമായ നമ്മളായിട്ട് കളിപ്പിക്കും. സങ്കീർത്തനത്തിലായാൽ പോലും 100% ഒന്നും അവിടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഉണ്ടല്ലോ 75% നമ്മൾ പൂജാമുറിയിൽ ചെല്ലിക്കഴിഞ്ഞാലോ എപ്പോഴും നമ്മുടെ നാവിനൊരു എക്സർസൈസ് മാത്രമായി നാമം, അല്ലാതെ വേറൊന്നും അല്ല എന്നുള്ളത്. അതുകൊണ്ട് ആ ലക്ഷ്മി ദേവിയോ ഭഗവാന്റെ കീർത്തനങ്ങൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ലക്ഷ്മി ദേവി ഉണ്ട്. അതല്ലേ ഈ ഇസ്കോൺ എന്ന് പറയുന്ന സംസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കൂ, വൃന്ദാവനത്തിലൊക്കെ എന്ന് പറഞ്ഞ 24 മണിക്കൂർ കംപ്ലീറ്റ് നാമമാണ്. അത് അൺസ്റ്റോപ്പബിൾ ആണെന്നുള്ളതാണ് നാമം. ഇത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ ഏതോ ഒരു ആശ്രമത്തിൽ ഇതുപോലെ നാമം കണ്ടുപോകുന്നുണ്ട്. അങ്ങനെ എവിടെയാ നാമമുണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ടെന്നുള്ളതാണ്. എന്തിനെങ്കിലും ഒരു കുറവുണ്ടാവോ? ഇല്ല. ഇപ്പം മോള് തന്നെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കീർച്ചോറിന്റെ കാര്യം, കീർച്ചോർ ഭഗവാന്റെ കാര്യം പറഞ്ഞു. ആ കീർ എന്തിനു വേണ്ടിയിട്ടാ ഭഗവാൻ ചോദ്യം ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാ കട്ടരുത്? തന്റെ ഭക്തനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഭഗവാന്റെ ഒരു കാരുണ്യം നോക്കൂ. എന്താണ് ഭഗവാന്റെ ആ കാരുണ്യം പറഞ്ഞു കഴിഞ്ഞാല്? ആസക്തി ഉണ്ടോ ഒന്നിനെങ്കിലും? ഇല്ല. ഭഗവാൻ എല്ലാത്തിലും നിന്നിട്ടും വേറിട്ടാണ്, എന്നാൽ എല്ലാത്തിലും ഉണ്ട്. ഞാൻ ഭഗവാന്റെ ആ ഒരു മഹാമായ മഹാലീലയാണത്. ആ ലീലയിൽ ഉണ്ടല്ലോ പെടാത്ത ആരും ഇല്ലെന്നുള്ളതാ ഭഗവാനെ കൃഷ്ണ. അത് തത് ബാധാരകാരവാസിൻ മുരകര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ മുരാന്തക. എന്നിട്ടോ അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് എപ്പോഴും ഭഗവാൻ എന്ന പേരിന് ആശ്രയമായിരിക്കുന്നു ഞങ്ങളെ കൂടി. ഭഗവാനെ എപ്പോഴും അങ്ങയുടെ തിരുനാമത്തിലും അങ്ങയുടെ ഈ ഓമന രൂപത്തിലും എപ്പോഴും ഞങ്ങളുടെ മനസ്സ് നിൽക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭട്ടതിരിപ്പാട് എന്താ ചെയ്യുന്നത്? ആദ്യത്തെ ദശകം തീർത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ദശകത്തിലോട്ടാണ് പോകുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു ദശകത്തിന്റെ ഒരു ശ്ലോകം ഉണ്ടല്ലോ നമുക്കാണെങ്കിൽ 7 ദിവസം സപ്താഹമായിട്ട് പറയാൻ പറ്റുന്നുള്ളതാണ്. അത്രയ്ക്കും വിശാലമാണ് അതിന്റെ ആ ഡീപ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും വിശാലമാണ്. ഭഗവാനെ പറ്റി ആർക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഭഗവാനെ പറ്റി പറയുന്നിടത്തോ ഭഗവാന്റെ തിരുനാമം കേൾക്കാൻ വേണ്ടി സ്വയം ഭഗവാൻ അവിടെ വരുമെന്നാ പറയുന്നത്. ശിലപ്രഭുപാദ് ഒരു അമേരിക്കയിൽ ഒരു മീറ്റിംഗ് വെച്ചു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ശിഷ്യന്മാരെല്ലാവരും ഒരുപാട് അവർ ശ്രമിച്ചു.
ആ പിന്നെ സദസ്സരെ കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ സദസ്സര് അമേരിക്കയിലൊക്കെ അല്ലേ അത്രയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ ആരും 1 2 3 പേരേ ഉള്ളായിരുന്നു. പക്ഷെ അതിന്റെ ആ സംഘാടകർക്ക് ഭയങ്കര വിഷമമായി പോയി. ശീലപ്രഭാതത്തിനെ പോലെ ഒരു മഹാത്മാവ് വന്നിട്ടും കേൾക്കാൻ ആളില്ലായിരുന്നല്ലോ എന്നുള്ള. നാട്ടിലും അങ്ങനെ തന്നെയല്ലേ. ഭാഗവത സപ്താഹം നടത്തും. പക്ഷെ സപ്താഹം നടത്തുന്ന ആ 7 ദിവസം കേൾക്കാൻ എത്ര പേരുണ്ട്? പക്ഷെ അമേരിക്ക ആ സമയം എന്തോ വലിയ ഒരിതാണെന്നുള്ള രീതിയിലാണ് ഭഗവത് പ്രസാദം തന്നെയാണ് കഴിക്കാൻ വരുന്നത്. എന്നാലും ആ ഭഗവാന്റെ മഹിമ കേൾക്കാതെ ആ ഭഗവത് പ്രസാദത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് എന്താ കാര്യം? അതാർക്കും അറിയുന്നില്ല. പ്രഭുപാദരുടെ ശിഷ്യന്മാർക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ പ്രഭുപാദര് പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കുന്നത്? നിങ്ങൾ കണ്ടില്ലേ 30 കോടി ദേവതകളായിരുന്നു കൊണ്ടുവന്നത് എന്റെ ആ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട്. സാക്ഷാൽ ഭഗവാൻ തന്നെ അവിടെ വന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനു വിഷമിക്കുന്നതെന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും ഭഗവാൻ നാമം കേൾക്കുന്നിടത്തെല്ലാം ഉണ്ടല്ലോ. എവിടെ സ്തുതിക്കുന്നു ഭഗവാന്റെ നാമം? എവിടെ ആ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടോ? സാക്ഷാൽ ഭഗവാൻ അവിടെ തന്നെ എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് ദശകം 2 കിടക്കാം അല്ലെ മാതാജിമാരെ? ദശകം 2 കിടക്കാമല്ലോ നമുക്കല്ലേ? ഹരിവോ. നമുക്കുണ്ടല്ലോ ഇത് 1 ദിവസം 2 ദിവസം കൊണ്ട് ഒന്നും അത്രയൊന്നും ഡീപ്പായിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ ഉണ്ടല്ലോ ഭഗവാൻ നമുക്ക് ആത്മജ്ഞാനം തരും. അതായത് നമ്മള് ആദ്യം ഒന്ന് പഠിക്കുക. എന്നിട്ടാണെങ്കിൽ നമ്മള് അതിനെപ്പറ്റി ചർച്ചകൾ ചെയ്യുക. നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. അങ്ങനെ ആ ചർച്ചയിൽ തന്നെ ഉണ്ടല്ലോ ഭഗവാൻ അവിടെ എത്തിയിട്ട് എന്തായിരുന്നു, ധ്രുവന് ആത്മജ്ഞാനം കൊടുത്തതുപോലെ പ്രഹ്ലാദൻ ആത്മജ്ഞാനം കൊടുത്തതുപോലെ നമുക്കും ആത്മജ്ഞാനം തരും. അന്നേരം നമുക്ക് എന്തോ ഒരു ആനന്ദമാണെന്നറിയാം. നമുക്ക് ദശകം 2 പോകാം. സൂര്യസ്പർത്തി കിരീടമൂർത്തതിലകാ പ്രോത്വാസി പാലാന്തരം. സൂര്യസ്പർത്തി കിരീടമൂർത്തതിലകാ പ്രോത്വാസി പാലാന്തരം. കാരുണ്യാകുലനേത്ര ആദ്രസിദോലാസം സുനാസാപുട. ഖണ്ഡോദർമകരാവ കുണ്ടലയുഗം കണ്ടോ ജലത്കൗസ്തുഭം. ത്വദ്രൂപം വനമാലഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർത്തി കിരീട ഊർത്തതിലകം പ്രോത്പാസി പാലാന്തരം. കാരുണ്യാകുലനേത്രമാദ്രസിദോല്ലാസം സുനാസാപുട. ഖണ്ഡോദർമകരാവ കുണ്ടലയുഗം കണ്ടോ ജലത്കൗസ്തുഭം. ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടം ഊർത്തതിലക പ്രോത്പാസി പാലാന്തരം. കാരുണ്യാകുല നേത്ര ആർദ്ര ഹസിതോ ഉല്ലാസം സുനാസ കുടം. ഗണ്ഡോദർ മകരാവ കുണ്ടലയുഗം കണ്ടോജലത് കൗസ്തുഭം. ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സ ദീപ്രം ഭജേ. സൂര്യസ്പർത്തി കിരീട ഊർത്തതിലക പ്രോത്പാസി പാലാന്തരം. കാരുണ്യാകുല നേത്ര ആദ്രഹസിതോ ഉല്ലാസം സുനാസ കുടം. ഗണ്ഡോദർ മകരാവ കുണ്ടലയുഗം കണ്ടോജലത് കൗസ്തുഭം. ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സ ദീപ്രം ഭജേ. ഒന്ന് വായിച്ചു നോക്കിയാട്ടെ, എന്നിട്ട് വായിച്ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സൂര്യസ്പർത്തി കിരീടമൂർത്തതിലക പ്രോത്ഭാസി ഫാലാന്തരം. കാരുണ്യാകുലനേത്രമാദ്രഹസിദോലാസം സുനാസാപുടം. ഗണ്ഡോദന്മകരാഭകുണ്ടലയുഗം കണ്ടോജ്വലകൗസ്തുഭം. ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഹരേ കൃഷ്ണ മാതാജി. ഹരി നല്ലായിരുന്നു. വെരി ഗുഡ്. വായിച്ചാട്ട് അടുത്താണ് വരാം. ഹരേ കൃഷ്ണ മാതാജി. സൂര്യസ്പർദ്ധി കിരീടമൂർത്തതിലകം പ്രോത്പാസി ഫാലാന്തരം. കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം.
ഗണ്ഡോദ്യോന്മകരാഭകുണ്ടലയുഗം കണ്ടോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൾ. ആദ്യമായിട്ട് പഠിക്കുന്നത് നേരത്തെ പഠിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഇല്ല മാതാജി, ചുമ്മാതെ വായിക്കുമായിരുന്നു. ഹരിബോൾ. എന്ത് നല്ലോണം വായിക്കുന്നത്. ഹരേ കൃഷ്ണ എല്ലാവർക്കും മാതാജി. മനസ്സിലാവുന്നില്ലേ? എന്നിട്ടോ ഭാഗവതോത്തമായിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് എന്തായിരുന്നു ഒന്നാമത്തെ ദശകത്തിൽ നമ്മളോട് പറഞ്ഞത്? ഭഗവാന്റെ നിഷ്കളമായ സ്വരൂപവും മാഹാത്മ്യവുമാണ് പറഞ്ഞത്. ഒന്നാമത്തെ ദശകത്തിൽ നമ്മളോട് പറഞ്ഞത് ഭഗവാന്റെ സ്വരൂപം, നിഷ്കളമായ സ്വരൂപവും പിന്നെ ഭഗവത് മാഹാത്മ്യവുമാണ് നമ്മളോട് പറഞ്ഞത്. എന്നിട്ടോ ഭഗവത് സ്വരൂപം ഭക്തി മഹത്വവും ഈ രണ്ടാമത്തെ ദശകം കൊണ്ട് പറയുന്നത്. ഭഗവാന്റെ കേശാധിപാത വർണ്ണനമാണ് ഈ രണ്ടാമത്തെ ദശകത്തിൽ വരുന്നത്. ഭഗവത് സ്വരൂപം. പിന്നെയോ ഈ ദശകത്തിൽ പറയുന്നത് ഭക്തി മഹത്വം. ഭഗവത് സ്വരൂപവും ഭക്തി മഹത്വവുമാണ് ഇതിൽ പറയുന്നത്. എന്നിട്ടോ ഭക്തന്മാരുടെ നിരന്തര ധ്യാന പരിശീലനത്തിന് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ഭഗവത് സ്വരൂപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭഗവാന്റെ സ്വരൂപം കാണണം. എന്നിട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റും. എന്തുകൊണ്ട് കാണാൻ പറ്റില്ല? നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാതെ എവിടെ പോകാനിട്ടുണ്ട്. അന്നേരം ആ ഭഗവാന്റെ കേശാദിപാദ വർണ്ണനം, ആ ഭഗവാന്റെ കേശാദിപാദ വർണ്ണനം ഇവിടെ ഭട്ടതിരിപ്പാട് നമുക്ക് വളരെ നല്ലതായിട്ട് തരുന്നുണ്ട്. എന്നിട്ട് നമ്മള് എപ്പോഴായി കഴിഞ്ഞാലും ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിൽ ആ ഭഗവാന്റെ ആ രൂപം നമ്മളിൽ വരണം. എന്നിട്ട് വേണം നമ്മള് അതിലൊക്കെ കുറച്ച് സമയം എടുക്കുക. എന്താ നമ്മളെപ്പോഴും എന്താ നമ്മുടെ മനസ്സിലെല്ലാം എന്താ പല പല വികാരങ്ങളും അല്ലെ? എന്നിട്ടോ കച്ചവടം നിറച്ചു വെച്ചിരിക്കുക. വേണ്ടാത്തതെല്ലാം നമ്മുടെ ഉള്ളിലങ്ങ് നിറച്ചു വെച്ചിരിക്കുക. പക്ഷെ അതിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? ചേതോദർപ്പണമാദ്യം നിർവാവേണം ശ്രേയ കൈരവ ചന്ദ്രിക വിതരണം വിദ്യാവധൂ ജീവനം. എന്നിട്ടോ ഒരു കണ്ണാടി, ആ കണ്ണാടിയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ മൊത്തവും അഴുക്കാവുമ്പോഴെന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിനെ തുടയ്ക്കുന്നു. ആദ്യമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? കുറച്ച് അഴുക്കുകളെല്ലാം പോകും. പിന്നെ ഒരു വർഷങ്ങളായിട്ട് നമ്മൾ തൊട്ടിട്ടേ ഇല്ല. എത്രയോ ജന്മജന്മങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ആ കർമ്മങ്ങളുടെ ആ കെട്ടിങ്ങനെ കിടക്കുകയാണെന്നുള്ളതാ. ആ കെട്ടിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർജനം ചെയ്യണം, ഇല്ലാതാക്കണം. എങ്ങനെ? നാമം നാമം നാമം. ഭഗവാന്റെ ആ നാമത്തിൽ കൂടി, അതേപോലെ തന്നെ ഭാഗവതം, ഭഗവത്ഗീത ഇതെല്ലാം പഠിച്ച് എന്നിട്ടാണെങ്കിൽ ആ തത്വങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം. വെറുതെ ഒരു കാതിൽ കൂടെ കേട്ടിട്ട് വേറൊരു കാതിൽ കൂടെ പോയിട്ടിട്ട് കാര്യമില്ല. ആ തത്വങ്ങൾ നമ്മള് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രയോ കാലം കൊണ്ട് നമ്മൾ നാമം ജപിക്കുന്നു. നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സ്വഭാവത്തിലായാലും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വരണം. ഭഗവത് ഭക്തന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാല് സ്വഭാവത്തിന് അവർക്ക് എന്ത് വരും? ആർദ്രത വരുമെന്നുള്ളതാ. വളരെ ലോലമായിരിക്കും അവരുടെ ഹൃദയം. എങ്ങനെയാണ്? നെയ്യ് എങ്ങനെയാ? അല്ല, ഈ ബട്ടർ എങ്ങനെയാ ഇത് വരുന്നത്? വേലത്തല്ലേ ഉരുവുന്നത്. മനസ്സ് അത്രയ്ക്കും ലോലമായിരിക്കണം നമ്മുടെ മനസ്സ്. അങ്ങനെ വരും ഭഗവത് ഭക്തന്മാർക്ക്, അങ്ങനെ വരും. നമുക്കൊക്കെ എന്തുവാ ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദുഃഖാലയം, അശാശ്വതമാണ്. ആ ദുഃഖാലയത്തിൽ നമ്മൾ അശാശ്വതമായിട്ട് നമുക്കറിയാമോ? നമുക്കൊന്നും അറിയില്ല. ഒന്നുമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല 7 ദിവസം സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അജാമിളന്റെ കഥയല്ല. അജാമിളനോട് എന്താ പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, ബദ്രീനാഥിൽ പോയി തപസ് ചെയ്യുക. എന്നിട്ട് നിനക്ക് ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ഈ പാവങ്ങളെല്ലാം കളഞ്ഞിട്ട് എന്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒന്നും അറിയില്ല. പരീക്ഷത്തിന് 7 ദിവസം സമയം കൊടുത്തു. പരീക്ഷത്തിന് ആ 7 ദിവസം കൊണ്ട് കുറഞ്ഞു. പക്ഷെ ആ 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന്റെ മനസ്സിലെ കൽമശങ്ങളെല്ലാം, പരീക്ഷത്തൊക്കെ എന്ന് പറഞ്ഞ ഭഗവാനെ കണ്ടുകൊണ്ട് ജനിച്ച കുട്ടിയാ. എന്നിട്ട് പോലും ആ സമയം കരിയുടെ ആ ഒരു കൽമശം പരീക്ഷത്തിന് വന്നു. എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലികാലത്തിലാണ് ജീവിക്കുന്നത്. ആ കൽമശം എന്തായാലും നമ്മൾ വരും. പക്ഷെ നമുക്ക് എന്താ ഒരു കവചം പോലെ ഏത് മന്ത്രം വേണം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ ഒരു കവചം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ കലി നമ്മളെ അധികം ബാധിക്കില്ല എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഭഗവാന്റെ ഭഗവത് സ്വരൂപ വർണ്ണനമാണ് പറയുന്നത്. ഹരേ കൃഷ്ണ മാതാജി. പറഞ്ഞോട്ടെ. അതെ, അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചോട്ടെ ഞാൻ? അല്ല, ഞാനത് പറയാൻ പോവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാമുഖം, ഞാൻ അതല്ലേ പറഞ്ഞത്,
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെവി കൂടെ കേട്ടിട്ട് വേറൊരു ചെവി കൂടെ വിടുന്നതുകൊണ്ട് കാര്യമില്ല. അതെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു നമ്മളെ ഏറ്റവും ഇതായിട്ടുണ്ടല്ലോ, ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. നാരായണൻ 100 ദശകം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരണം. അതിനു വേണ്ടിയിട്ട് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇപ്പം പറയാം. ഹരേ കൃഷ്ണ. ഹരിബോൾ. സൂര്യസ്പർദ്ധ കിരീടം. എന്നിട്ടോ സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം എന്ന് പറഞ്ഞാല് സൂര്യൻ തന്നെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഭഗവാനിൽ നിന്ന് തന്നെയല്ലേ വന്നിരിക്കുന്നത്. അന്നേരം ആ ഭഗവാന്റെ കിരീടമോ എന്താണ്? സൂര്യനേക്കാളും ശോഭയേറിയ കിരീടമാ ഭഗവാന്റെ. എന്നിട്ടോ ഊർധത്തിലകം ചോത്താസിപാലാന്തരം ഗോപിക്കുറിയോ, ഗോപിക്കുറി മിന്നുന്ന നെറ്റിത്തണം. ഭഗവാന്റെ നമുക്ക് കേശാദിപാത വർണ്ണന വരുന്നത് കേട്ടോ. എന്നിട്ട് ഭഗവാൻ നിങ്ങൾ തന്നെ മനസ്സിൽ ആ രൂപം കാണണം. എന്നിട്ട് ഭഗവാന്റെ ആ കിരീടം ഏതോ ശോഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ ഇങ്ങോട്ട് ഒരു ശകലം ഒരു ദർശനത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഉണ്ട് നമ്മളെ കണ്ണഞ്ചി പോകുന്നുള്ളത്. നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്തനാപുരത്തിലാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ ദൂതിന് വേണ്ടിയിട്ട് വരുന്ന സമയത്തുണ്ടല്ലോ എന്താ ചെയ്തത്? ആ ഭഗവാന്റെ ആ ശോഭയിലുണ്ടല്ലോ, ആ വെട്ടത്തിൽ ആ ശോഭയിലുണ്ടല്ലോ ദുര്യോധനാദികളുടെ എല്ലാം കണ്ണ് മഞ്ചി പോയെന്നുള്ളതാ. ആർക്കും അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടതെന്ന് പറഞ്ഞാൽ വളരെ വളരെ ദ്രോണര്, ഭീഷ്മര്, അങ്ങനെ വിദുരര്, അങ്ങനെയുള്ള ആ ഭഗവാൻ ഭക്തന്മാരാണ് കണ്ടത്. അത്രയ്ക്ക് ശോഭയാണ് ഭഗവാൻ. ഗോപിക്കുറി ചാർത്തിയ നെറ്റിത്തരം. മനസ്സിലായോ? കണ്ടല്ലോ കിരീടം, എന്നിട്ടോ നെറ്റിയിലോട്ട് വന്നിരിക്കുക. ഗോപിക്കുറി ചാർത്തിയ നെറ്റിത്തരം. പിന്നെ ഭഗവാന്റെ നേത്രം എങ്ങനെയുള്ളതാണ്? കാരുണ്യാകുല നേത്രം. ഭഗവാന്റെ അദ്ദേഹ കവിഞ്ഞൊഴുകുന്ന കണ്ണുകളാ ഭഗവാന്റെ. നമുക്ക് എവിടെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ നോക്കിയ പോലും ആ ഭഗവാന്റെ കണ്ണുകളിൽ നമ്മളോടുള്ള അല്ലേ, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ അടുത്ത് നിന്നാണ് വന്നത്, നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ കർമ്മക്കെട്ടുകളെല്ലാം അഴിച്ചിട്ട് തിരിച്ച് എന്റെ അടുത്ത് തന്നെ വരൂ എന്ന് പറയുന്ന ആ ദൈവ കവിഞ്ഞൊഴുകുന്ന കണ്ണുകള്. കാരുണ്യാകുല നേത്ര ആദ്രഹസിതോ. പിന്നെ സുനാസാപുടം. സുനാസ എങ്ങനെയാ? ഭഗവാന്റെ മൂക്ക് എങ്ങനെയാ? മനോഹരമായിട്ടുള്ള മൂക്ക്. ആ രൂപം നമ്മുടെ മനസ്സിൽ വരണം കേട്ടോ. മനോഹരമായിട്ടുള്ള മൂക്ക്. എന്നിട്ടോ അവിടെ നിന്നിട്ട് എങ്ങോട്ടാ വരുന്നിരിക്കുന്നേ? ഗണ്ഡോത മഹരാവ കുണ്ടലയുഗം. മകര കുണ്ടലം. ഭഗവാന്റെ ആ പിന്നെ കുണ്ടലത്തിന് പോലും ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത്. മകരമത്സ്യം ഇല്ലേ അങ്ങനെ ഒരു കഴിഞ്ഞിട്ടുള്ള ആ മകരമത്സ്യത്തിന്റെ ആ രൂപത്തിലുള്ള കുണ്ടലമ സാധാരണ ഭഗവാൻ ധരിക്കാറുള്ള എന്നുള്ളതാണ്. ഗണ്ഡോത മകരാവ കുണ്ടലം. അതോ കവിൾത്തടങ്ങളിൽ ഇങ്ങനെ മകരകുണ്ടലത്തിന്റെ ഉണ്ടല്ലോ തിളച്ചുണ്ടല്ലോ, അതിങ്ങനെ കവിൾത്തടത്തിന്റെ ആ ശോഭ കൊണ്ടുണ്ടല്ലോ മകരകുണ്ടലം ഇങ്ങനെ തിളങ്ങുവാണെന്നുള്ളതാണ് പറയാറുണ്ട്. ഭഗവാൻ ഇടുന്ന ആഭരണങ്ങളുണ്ടല്ലോ, ആഭരണങ്ങളുടെ ശോഭയല്ല, ഭഗവാന്റെ ശോഭ കൊണ്ടായി ഈ ആഭരണങ്ങൾക്ക് ശോഭ കിട്ടുന്ന പറയുന്നത്. ആ രീതിയിലുള്ള കണ്ടോജല കൗസ്തുഭം. എന്നിട്ടോ കണ്ടത്തിന് എന്താണ്? കൗസ്തുഭം. ശോഭ കൂട്ടുന്നത് എന്താണ്? കൗസ്തുഭം. പിന്നെയോ വനമാല്യ ഹാര പടലം. എന്നിട്ടോ വനമാല. ഞാൻ നേരത്തെ പറഞ്ഞു യശോദാമ്മ ഇട്ട് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യും? ഗോപന്മാരെല്ലാം അഴിച്ചു മാറ്റും. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ അവരുടേതായിട്ടുള്ള ഒരു അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. ആ അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണെല്ലാം അങ്ങോട്ട് കുഴച്ച് മുഖത്തെല്ലാം വാരിത്തേക്കും. എന്നിട്ടോ വനത്തിലെ പൂക്കളെല്ലാം കൂടി അവര് കളക്ട് ചെയ്തിട്ട് ഭഗവാൻ ഒരു മാല ഇങ്ങോട്ട് ഉണ്ടാക്കും. എന്നിട്ട് അതാകുന്നതിനെ മുട്ടിന് താഴെ നിൽക്കുന്നത് നമ്മൾ മിക്കവാറും ഫോട്ടോകളിലോ അല്ലെന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിലും ഒക്കെ കാണാറുണ്ട്. അമ്പലങ്ങളിൽ ഇവിടെ പക്ഷെ അങ്ങനെ കാണാറില്ല. പക്ഷെ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നിൽക്കുന്ന ആ രൂപത്തിലുള്ള സ്റ്റാച്യൂസ് ഉണ്ട്. അതിനകത്ത് ഇതേപോലെ മുട്ടിന് താഴെയുള്ള ആ വനമാല കാണുമെന്നുള്ളതാണ്. എന്നിട്ട് ആ വനമാല നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. സൂര്യസ്പർദ്ധി കിരീട ഊർത്തതിലകം. എന്നിട്ടോ പ്രോത്സാസി പാലാന്തരം. ഭഗവാന്റെ കണ്ണുകളോ കാരുണ്യാകുല നേത്ര ആർദ്രഹസിതം. പിന്നെയോ സുനാസാപുടം. പിന്നെയോ ഗണ്ഡോദ മഹരാവ കുണ്ടലയുഗം. കണ്ടത്തിലെ എന്നിട്ട് മകരകുണ്ടലത്തിന്റെ ആ ശോഭ കൊണ്ട് അല്ല ഭഗവാന്റെ കഴുത്തടത്തിന്റെ ശോഭ കൊണ്ട് മകരകുണ്ടലം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. എന്നിട്ടോ കൗസ്തുഭം. കണ്ടോജലത്ത് കൗസ്തുഭം, കണ്ടത്തില് കൗസ്തുഭം. എന്നിട്ടോ വനമാല കൊണ്ട് ഒരു ഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയോ ശ്രീവത്സ ദീപ്രംഭതി. ശ്രീവത്സം. ഇത്രയാ രൂപം ഒന്ന് മനസ്സിൽ തെളിയണം ഭഗവാന്റെ. തെളിഞ്ഞോ? ഹരി ബോൾ.
പിന്നെ വനമാലയുടെ കൂടെ മുത്തുമാലകള്, അങ്ങനെ ശ്രീവത്സം ഭഗവാന്റെ ആ സ്വരൂപമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ സ്വരൂപത്തെ ഭട്ടതിരിപ്പാട് പറയുന്നു, ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. ആ നിരന്തരം ധ്യാനിക്കുന്നതിന് നമ്മളും കൂടി ധ്യാനിക്കണം. എപ്പോഴും നമുക്ക് ആ രൂപം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹരിബോൾ. മുന്നോട്ട് പോട്ടെ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാകുലീയാംഗിത ശ്രീമദ്ബാഹു ചതുഷ്ട സംഗത ഗദാശങ്കാരി പങ്കേരുക കാഞ്ചേ കാഞ്ചന കാഞ്ചിലാജിലസ പീതാംബരാലംബിനി ആലംബേ വിമലാംബുജ ദുരിപദാമൂർത്തിം തവാർത്തിച്ചിത കേയൂരാംഗത കങ്കണോത്തമ മഹാ രത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹു ചതുഷ്ട സംഗത ഗദാ ശങ്കാരി പങ്കേരുക കാഞ്ചി കാഞ്ചന കാഞ്ചിലാഞ്ചിലസത്പീതാംബരാലംബിനി ആലംബേ വിമലാംബുജ ദുരിപദാമൂർത്തിം തവാർത്തിച്ചിത കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദ ശങ്കാരി പങ്കേരുക കാഞ്ചി കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബര ആലംബിനി ആലംബേ വിമലാംബുജ ദുതിപദ ആലംബേ വിമലാംബുജ ദുതിപദ മൂർത്തി തവാർത്തി ചിതം. ഹരിബോൾ. വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനി ആലംബേ വിമലാംബുജദ്യുതിപദ മൂർത്തിം തവാർത്തിച്ചിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദ ശങ്കാരി പങ്കേരുഹ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരലംബിനി ആലംബേ വിമലാംബുജദുതിപദ മൂർത്തിം തവാർത്തിച്ചിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വായിക്കട്ടെ. കേയൂരാംഗത കങ്കണോത്തമുഖാരത്താംഗുലീയാംഗിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ശങ്കാരി പങ്കേരുഹ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലസാഞ്ചിതലസത് പീതാംബരാലംബിനി ആലംബേ വിമലാംബുദദ്യുതിപദ മൂർത്തിം തവാർത്തിച്ചിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശങ്കാരി പങ്കേരുഹ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽപീതാംബരാലംബിനി ആലംബേ വിമലാംബുജദ്യുതിപദ മൂർത്തിം തവാർത്തിച്ചിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ വാസുദേവായ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹു ചതുസ്സംഗഗദ ശങ്കാരി പങ്കേരുഹ കാഞ്ചി കാഞ്ചന കാഞ്ചിലാഞ്ചിതരസ പീതാംബരാലംബിനി ആലംബേ വിമലാംബുജാദുതിപദാം മൂർത്തിം തവാർച്ചിതം. നമുക്ക് ഹരിബോൾ. എന്തൊരു ഉത്സാഹം എല്ലാവരുടെയും. നമുക്ക് ഇന്നലെ ഒരു ഗ്രൂപ്പൊക്കെ ഇങ്ങനെ നാരായണത്തിന്റെ തന്നെ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് ഭഗവാന്റെ അനന്തപത്മനാഭന്റെ അടുത്ത് തന്നെ ആദ്യം വായിക്കാം. അതായത് നിങ്ങളുടെ ആ ഉത്സാഹം നമുക്ക് വളരെ ഉത്സാഹമാണ് എല്ലാവർക്കും. എന്താ ഇത്രയും നല്ലോണം വായിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വായിക്കണം എന്നുള്ള ആയതുകൊണ്ട് സമയക്കുറവുണ്ട്. രണ്ട് പേര് വായിക്കുക. എന്നിട്ട് ഇപ്പൊ 2 പേര് വായിക്കണം, നെക്സ്റ്റ് വേറെ 2 പേര്, അങ്ങനെ വായിക്കുക. വളരെ നല്ലതായിട്ടുണ്ട്. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണൻ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ട് പിന്നെ അത് കഴിയുന്ന താഴെയൊക്കെ നമുക്ക് തോന്നില്ല എന്നുള്ളത്. അത്രയ്ക്കും രസമാണ് നാരായണന്. അതൊരു പ്രത്യേകതയാ കേട്ടോ. കേയൂരാംഗത കങ്കണോത്തമ മഹാ. ഭഗവാന്റെ കങ്കണത്തിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായപ്പോ അതിന് എന്നിട്ട് നമ്മൾ എവിടെ വരെ വന്നായിരുന്നു? ആദ്യം ശ്രീവത്സം വരെ വന്നു, വനമാല വന്നു, മുത്തുമാലകൾ വന്നു. ഇനി നമ്മള് കൈകളിലോട്ടാ പോകുന്നത്.
എന്നിട്ടോ കേയൂരങ്ങള്, അങ്കദങ്ങള്, വളകള്, പിന്നെ വലിയ രത്നങ്ങൾ പതിച്ച വളകള്, പിന്നെ മോതിരം. ഭഗവാന് കുഴപ്പം 9 ലക്ഷം പശുക്കളായിരുന്നു. അത് മാത്രമാണോ ലക്ഷ്മി ദേവി, സഹസ്രകോടി ലക്ഷ്മി ദേവികളാ ഭഗവാന്റെ സേവയ്ക്കുള്ളത്, അറിയാമോ? അതുകൊണ്ടുണ്ടല്ലോ ഭഗവാൻ ഇങ്ങോട്ട് വന്നിട്ട് ഗോകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ഠത്തിനേക്കാളും കേമമായി എന്നുള്ളതായിരുന്നു. ആ ഭഗവാന് യശോദാമ്മ എന്തെല്ലാം എത്രയെല്ലാം അണിയിച്ചാലും യശോദാമ്മയ്ക്ക് മതി വരില്ലായിരുന്നു എന്നുള്ളതാ. എന്റെ കണ്ണാ എന്നുള്ള രീതിയാണ് പറയുന്നത്. കൈകളിലോ വളകള്, വിലയേറിയ വലിയ രത്നങ്ങൾ പതിച്ച വളകള്, മോതിരങ്ങള്, പിന്നെയോ പക്ഷെ ഇത് 4 കൈകളിൽ ശംഖുഗദ, ചക്ര, താമര, അങ്ങനെ അത് ഗോകുലത്തിലില്ല. ഗോകുലത്തില് മാനുഷ്യ ബാലവേഷത്തിലായിരുന്നു ഗോകുലത്തിലുള്ളതായിരുന്നത്. എന്നിട്ട് അത് 4 കൈകളില് പിന്നെ പൊന്നരിഞ്ഞാണം കൊണ്ട് വിളസുന്ന മഞ്ഞപ്പട്ടുടയാട. ഭഗവാൻ എപ്പോഴും മഞ്ഞപ്പട്ടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ നമ്മൾ ഒരുപാട് അല്ലാതെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ അണിയിച്ചൊരുക്കാറുണ്ട്, അല്ലാതെ കള്ളെല്ലാം. പക്ഷെ ഭഗവാന് മഞ്ഞപ്പട്ടാണ് കൂടുതൽ ഇഷ്ടം. തൃപ്പാദങ്ങളോ, ഭഗവാന്റെ തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരപ്പൂ പോലുള്ള തൃപ്പാദങ്ങൾ. ആ ഭഗവാന്റെ ആ രൂപം നോക്കൂ. സൂര്യനെ വെല്ലുന്ന ആ എന്താണ് കിരീടം. എന്നിട്ടോ നെറ്റിത്തടത്തിലോ നല്ല വിശാലമായിട്ടുള്ള ഗോപിക്കുറി. എന്നിട്ടോ കണ്ണുകൾ എങ്ങനെയാ, ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകള്. എന്നിട്ട് പിന്നെ വന്നിട്ട് എവിടെ വന്നു, നമ്മള് ചെവിയിൽ വന്നു. എന്നിട്ടോ അതെങ്ങനെയാ, മകരകുണ്ടലമാ. ആ മകരകുണ്ടലം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ തിളങ്ങുന്നതെന്ന് അറിയാമോ? ഭഗവാന്റെ കവിൾത്തടത്തിന്റെ ആ ശോഭ കൊണ്ട് മകരകുണ്ടലം ഇങ്ങനെ തിളങ്ങുവാണെന്നുള്ളതാ. പിന്നെയാണെന്നുണ്ടെങ്കില് നമ്മള് കഴുത്തിലേക്ക് വന്നപ്പോഴാണെന്നുണ്ടെങ്കില് എന്താണുള്ളത്, കഴുത്തില് വന്നു വളരെ അന്നുണ്ടെങ്കിൽ രത്നങ്ങൾ പതിച്ച മാലകള്, മുത്തുമാലകള്, വനമാലകള്, ഇങ്ങനെ ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു ശ്രീവത്സം. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കില് കൈകളിലേക്ക് വന്നു രത്നങ്ങൾ പതിച്ച വളകള്, പിന്നെയാണെങ്കിൽ മോതിരങ്ങള്, പിന്നെ വിഷ്ണുവിന്റെ രൂപത്തിൽ ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം. നമുക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉണ്ണിക്കണ്ണനെ മാനുഷ്യ ബാലവേഷത്തിൽ കണ്ടോളൂ. അല്ലാന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെയാണ് എന്നെങ്കിൽ ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള ആ രൂപം. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് മഞ്ഞപ്പട്ടിന് അതിനെ മുകളിലിട്ടിരിക്കുന്ന അരഞ്ഞാണ്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ താമരപ്പൂവിനെ വെല്ലുന്ന തൃപ്പാദങ്ങൾ. ആ ഭഗവാന്റെ ആ ഓമന രൂപം, ആ ചേതോഹരമായിട്ടുള്ള ആ രൂപം ഒന്ന് മനസ്സിൽ കാണുക നിങ്ങൾ എല്ലാവരും. ഹരിബോൾ കണ്ടോ നിങ്ങളെല്ലാരും ഭഗവാന്റെ ആ ചേതോഹര രൂപം? ഹരിബോൾ. മുന്നോട്ട് നമുക്ക് പോകാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മളങ്ങ് കുടുങ്ങിപ്പോകും ആ മോഹത്തില്, ആ മോഹന രൂപത്തില്. അത്രയ്ക്കാണ്. എത്രൈലോകമഹീയസോഭിമഹിതാം സമോഹനം മോഹനാർ കാന്തം കാന്തി നിദാനതോപി മധുരം മാധുര്യാദവീ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ദ്രൂപമാചേര്യതോപി ആചേര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിദാനതോപി മധുരം മാധുര്യാദവീ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ദ്രൂപമാചേര്യതോപി ആചേര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിദാനതോപി മധുരം മാധുര്യാദവീ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാചേര്യതോപി ആചേര്യം ഭുവനെ നഖസ്യ കുതകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഒന്ന് നോക്കിയത് വായിച്ച് പഠിക്കാൻ പറ്റും. വായിക്കാമോ? ഹരേ കൃഷ്ണ. വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിദാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. ഹരേ കൃഷ്ണ. ഹരിബോൾ ഹരിബോൾ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ.
യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. ഹരേ കൃഷ്ണ ഹരിബോൾ. മാതാജി. ഹരേ കൃഷ്ണ. ഈ അടുത്തത് നമുക്ക് പിന്നെ രണ്ടുപേർക്ക് പിന്നെ വായിക്കേ, സമയക്കുറവ് അതുകൊണ്ടാണ്. ഹരിബോൾ. എന്നിട്ടോ ആശ്ചര്യമാണ് ത്വദ്രൂപം ആശ്ചര്യതോപി. അങ്ങയുടെ ആ രൂപം ഉണ്ടല്ലോ, എത്ര ആശ്ചര്യമാണ്. ശരിയല്ലേ? നമുക്ക് തന്നെ അന്നെ ഭഗവാന്റെ രൂപം കാണുമ്പോൾ നമ്മൾ തന്നെ അവിടെ എന്ത് പോകുന്നുള്ളതാ. അന്നേരം പട്ടതിരിപ്പാട് പറയും എത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത്. ഈ ത്രൈലോക്യത്തിൽ വെച്ചിട്ടും മോഹനമായിട്ടുള്ള, അതിലും ഏറ്റവും മോഹനമായിട്ടുള്ളത് അങ്ങയുടെ ഈ രൂപം തന്നെയാണ്. അങ്ങയുടെ ഈ രൂപം തന്നെയാണ്. കാന്തം പിന്നെ പറയുന്നതോ കാന്തം കാന്തി നിദാനതോ വിമധുരം. തേജസ്സിനേക്കാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, എല്ലാത്തിലും ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാത്തിലും ഉപരിയായിട്ടുള്ളത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ അന്നേരം ഭഗവാൻ ഇപ്പൊ നമ്മള് ആ ഒറിജിനൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് വരാൻ പറ്റും. അന്നേരം ആ ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ഭഗവാനിൽ തന്നെ തേജസ്സിനായാലും കാന്തിക്കായാലും എന്തിനെങ്കിലും മോഹനാത് മോഹനത്തില് സമോഹിക്കുന്നതും അങ്ങനെയുള്ള ആ ഒരു രീതി ഭഗവാനില്ല. ഭഗവാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭഗവാനിൽ നിന്നല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചതുശ്ലോകി ഭാഗവതത്തിൽ പറയുന്നില്ലേ, എല്ലാം എന്നിലാണ്. പണ്ടേ ഞാനേ ഉള്ളായിരുന്നു, ഇപ്പോഴും ഞാനേ ഉള്ളൂ, വരുമ്പോഴും വരാൻ പോകുന്ന സമയങ്ങളിലും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അന്നേരം ആ ഭഗവാനല്ലേ എല്ലാം ഉള്ളത്. പട്ടതിരിപ്പാട് പറയുന്നതാ മാധുര്യ ദുര്യാദോപി മധുരം. മാധുരസത്തിനേക്കാൾ ഏത് മധുരത്തിനേക്കാളും കൂടുതൽ സത്തുള്ളത് ഭഗവാൻ മാധുര്യമാണ് ഭഗവാനില്. പിന്നെയോ സൗന്ദര്യം പറയണ്ട, സൗന്ദര്യോത്തരത സുന്ദരതരം. ഭഗവാന്റെ സൃഷ്ടിയാണ് പൂക്കള്. നമ്മൾ എല്ലാ പൂവിനും കളർ നമ്മളാണ് കൊടുക്കുന്നത്, അല്ലല്ലോ? അതേപോലെ ഇലകളുടെ തന്നെ ഷേപ്പ് നോക്കി ഒന്നിന് പറയുന്നു നമ്മുടെ ഈ 5 വിരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 5 വിരൽ ഒരേ കൂടിയാണ്, അല്ലല്ലോ? മനസ്സിലായി പറഞ്ഞു. എന്നിട്ട് ഭഗവാന്റെ സൃഷ്ടിക്കുന്നത്, ഭഗവാന്റെ സൃഷ്ടി ഇത്രയും ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭഗവാനെ പറ്റി പറയുന്നു. എന്നിട്ടോ ആശ്ചര്യം എന്തെല്ലാം ഭഗവാന്റെ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂലോ. ഇപ്പൊ നമുക്ക് കോവിഡ് വന്നപ്പോഴുണ്ടല്ലോ, നമുക്ക് ശ്വാസം കിട്ടാതെ എത്രയോ ആൾക്കാരെ പ്രാണവായു കിട്ടാതെ മരിച്ചു എന്നുള്ളതാണ്. ഇന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അങ്ങനെ ഇപ്പൊ വലിയ കാര്യമായിട്ട് ശ്വസിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓരോരുത്തർക്കും എത്ര വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഭഗവാന്റെ ആ കാരുണ്യം, ആ ഭഗവാന്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീറോകളാണോ? മൈനസിൽ പോകേണ്ടി വരും. മൈനസിലും അല്ല, അതിലും എന്തെങ്കിലും താക്കോട്ടുണ്ടെങ്കിൽ അതിലേ പോകേണ്ടി വരും എന്നുള്ളത്. അതായത് നമ്മൾ ഇതൊന്നും ആലോചിക്കാതെ എന്താ, ഞാനാണ് വലുത്, ഞാനാണ് അഹം. ആ അഹംഭാവത്തിൽ കിടന്നു ഉഴലുവാണ് ഈ ലോകം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതേപോലുള്ള ജ്ഞാനവും കിട്ടണം. ഈ ജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ജ്ഞാനം ഇല്ലാതെ വന്നില്ലെങ്കിൽ എങ്ങനെയാ? ഒരു തോണിക്കാരനെ തുഴഞ്ഞോണ്ട് പോകുന്നുണ്ട്. ആ തോണിക്കാരൻ തുഴഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ യാത്രികർക്ക് എവിടൊക്കെ ഇറങ്ങേണ്ടി എന്ന് വെച്ചാൽ അയാൾ അവിടെ എല്ലാം ഇറക്കും എന്നുള്ളതാണ്. അതേസമയം ഒരു ആ തോണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കാറ്റിൽ ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കും വെള്ളത്തിൽ കൂടി. പക്ഷെ ആ തോണി എവിടെയാണ് അതിന്റെ ഡെസ്റ്റിനേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷനിൽ പോകുന്നുണ്ടോ? ഇല്ല. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ നടക്കും. അതിനാ പറയുന്നത് ഒരു ഗുരുവിനെ നിങ്ങൾ സ്വീകരിക്കണം. ഒരു ആധ്യാത്മിക ഗുരുവിനെ, ഒരു ശിക്ഷാ ഗുരുവിനെ ആദ്യം സ്വീകരിച്ചിട്ട് അവരിൽ നിന്നിട്ട് ശിക്ഷണങ്ങളെല്ലാം നേടിയിട്ട് പിന്നെ ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ആ ഗുരുവുണ്ടല്ലോ നമുക്ക് ഭഗവത് പാതയിലേക്കുള്ള ആ വഴിയിലേക്ക് നമ്മളെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നുള്ളതാണ്. ജീവിതം എന്താണ്? ഒന്നുമില്ല. വെറും ഒരു കാറ്റ് പോയി കഴിഞ്ഞാൽ പോയി കാര്യം. അതുകൊണ്ട് ഇങ്ങനെ ഈ തമ്പുരാന്റെ ഈ ഓരോ കാര്യങ്ങളും പഠിക്കുക ആശ്ചര്യം തന്നെയാണ്. ഭഗവാന്റെ മാധുര്യായി കഴിഞ്ഞാൽ, സമ്മോഹനമായി കഴിഞ്ഞാല്, വീര്യമായി കഴിഞ്ഞാല്, യശസ്സായി കഴിഞ്ഞാൽ, എന്തിനു പറയുന്നു? 64 ഗുണങ്ങളില് ഭഗവാന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും
ആ ഒരു രീതി വേണം. ഒരു തൃണാദരി സുനിജേന കരോര വിസകൃഷ്ണമാനിന മാനവേന കീർത്തനീയ സദാ. എപ്പോഴും കീർത്തനം. ഓരോ പുള്ളിനോടും നമുക്ക് താഴ്മ വേണം. നമ്മൾ ഒന്നുമല്ല, നമ്മുടെ ഈ ശ്വാസം എടുക്കുന്ന ആ ശ്വാസം തിരിച്ചു വന്നാലേ തിരിച്ചു വന്നെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും അത്രയ്ക്കും താഴ്മയായിട്ട് നമുക്ക് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ട് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അന്നേരം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ. യോഗമായ നമ്മളെ കൊണ്ടുപോകുന്നുള്ളത്. അതുകൊണ്ട് ആ ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഇതാണ് ഭഗവാന്റെ ഈ രൂപം എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളെപ്പോഴും കീർത്തനീയ സദാഹരി. ഇനി നാലാമത്തേത് തദ്ദാദ്രിമധുരാത്മകം തവ ബഭൂ സംപ്രാപ്യ സമ്പന്മയേ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തി സ്വഭക്തേശവീ തേനാസാവദ കഷ്ട അച്യുത വിഭോ ത്വദ്രൂപമാനോഞ്ചക പ്രേമസ്ഥൈര്യമയാദ ചാവലബലാ ചാവില്യവാപ്തോദപൂതേ തത്താദന്മധുരാത്മകം തവ ബഭൂ സംപ്രാപ്യ സമ്പന്മയേ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തി സ്വഭക്തേശവീ തേനാസാവദ കഷ്ട അച്യുത വിഭോ ത്വദ്രൂപമാനോജക പ്രേമസ്ഥൈര അയാദ ചാവലബലാ ചാവില്യവാക്തോദപൂതേ തത്താദൻ മധുരാത്മകം തവ ബഭൂ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേശവി തേനാസാവദ കഷ്ട അച്യുത വിഭോ ത്വദ്രൂപമാനോജക പ്രേമസ്ഥൈര്യ അയാദ ചാവലബലാ ചാവല്യവാർത്തോദപൂത്. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി, അവസാനത്തെ രണ്ടുപേരും ഒന്നും കൂടെ പറഞ്ഞതാ മാതാജി. ഹരേ കൃഷ്ണ. പ്രേമസ്ഥൈര്യമയാദ ചാവലബലാ ചാവല്യവാർത്തോദപൂത് പ്രേമസ്ഥൈര്യമയാദ ചാവലബലാ ചാവല്യവാർത്തോദപൂത്. പ്രേമസ്ഥൈര്യമയാദ ചാവലബലാദ ചാവല്യവാർത്തോദപൂത്. ഓക്കെ, ഹരിബോൾ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനുജകം പ്രേമസ്ഥൈര്യമയാദ ചാപബലാ ചാവല്യവർത്തോദഭൂത്. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഒരാൾ വായിച്ചാൽ ഹരേ കൃഷ്ണ മാതാജി. തത്താദൃക് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകതരം നാസ്തേ സ്വഭക്തേഷ്വീ തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജകം പ്രേമസ്ഥൈര്യമയാദ ചാപല ബലാച്ചാബലാമാർത്തോദഭൂത്. ചാവല്യവാർത്തോദപൂത്. വാർത്തോ ഉഭൂതം മാതാജി. ഒരുമിച്ച് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അതിനെ പിന്നെ ശരിയായിക്കോളും. അന്നേരം തത്താതൻ മധുരാത്മകം തപവു, അങ്ങയുടെ ആ നിന്ദ്രയുടെ വിഗ്രഹം എങ്ങനെയാ? അനുഭൂതി തരുന്നതാണ്, ഗോചരമാണ്, ആനന്ദമയമാണ്. തത്താതൻ മധുരാത്മകം തപവു, അങ്ങയുടെ ആ നിന്ദ്രവയുടെ വിഗ്രഹം തപവു. നിന്ദ്രവടിയുടെ വിഗ്രഹം എങ്ങനെയാണ്? തത്താതൻ അനുഭൂതി മാത്ര, ഗോചരം ആനന്ദമയവുമാണ്. എന്നിട്ടോ സംപ്രാപ്യ, അത് കൈവന്നിട്ടോ ലക്ഷ്മി ദേവി എന്താ ചെയ്യുന്നത്? അവിടുത്തെ ഭഗവാന്റെ മാറിടത്തിൽ ഇങ്ങനെ വസിക്കുക ഭഗവാൻ. ഞാൻ അതല്ലേ പറഞ്ഞു, ലക്ഷ്മി ദേവി ചാവല്യാണ്. അതുകൊണ്ട് ഭഗവാന്റെ മാറിടം വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. അതുകൊണ്ട് ഭഗവാൻ ഉള്ളിടത്ത് മാത്രമേ ലക്ഷ്മി ദേവി ഉണ്ടാവൂ. സമ്പന്മയി സാദേവി, ആ ശ്രീദേവി പരമോത്സുക സ്വഭക്തേശവി. ഭഗവാനിലാണ് ലക്ഷ്മി ദേവി കൂടുതൽ, ശ്രീദേവി കൂടുതൽ അനുരക്തയാണ്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഭക്തന്മാരുടെ അടുത്ത് പോലും ശ്രീദേവി അങ്ങനെ പോവില്ല. പോവും. എപ്പം പോവും? ഭഗവാൻ എവിടെ വിഷ്ണു ഉണ്ടോ, എവിടെ കൃഷ്ണനുണ്ടോ, ആ കൃഷ്ണൻ ഉള്ളിടത്ത് തന്നെ ലക്ഷ്മി ദേവി വിളയാടും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത്. സാദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേശവി. അങ്ങനെ ഭക്തന്മാരുടെ അടുത്ത് പോലും അധികം ഭഗവതി പോവില്ല അങ്ങില്ലെങ്കില്. തേനാസാവര കഷ്ടമച്യുത വിഭൂ.
തേനാസ സർവശക്തനായിട്ടുള്ള ഭഗവാൻ ഈ അങ്ങയുടെ രൂപ ലാവണ്യത്തിലോ അനുരാഗത്തിന്റെ ഉറപ്പാക്കുന്ന ചാവല്യമാണ് ശക്തികളും ചവളയാണെന്ന് ഭഗവാൻ ലക്ഷ്മി ദേവിയെ പറ്റി ഇത് പറയുന്നു എന്നുള്ളതാ. എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയ്ക്കും ഭഗവാനില് ലക്ഷ്മി ദേവി അനുരാഗ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഇത്രയും ആ മനോജക രൂപം വിട്ടിട്ട് ദേവി ഇങ്ങോട്ട് എവിടെയെങ്കിലും പോവോ? ഇത്രയും ആ സ്ത്രീ വിട്ടിട്ട് എവിടെയെങ്കിലും പോവോ? ഇല്ല. ശ്രീദേവി അന്നേരം സ്ത്രീയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അതിപ്പം പറയേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായാൽ പോലും കൃഷ്ണനെ അങ്ങോട്ട് മുന്നോട്ട് വെച്ച പോലും ബാക്കി ചിലപ്പോ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങ് വിട്ടുമാറി പോകുന്നുള്ളതാ. അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ 4 മണി തൊട്ട് തുടങ്ങിയിരിക്കുന്നത്. ആ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പരമാനന്ദ സച്ചിദാനന്ദ സ്വരൂപന്റെ ആനന്ദം അനുഭവിക്കുന്നവർക്ക് ആ ഒരു സന്തോഷ നിർവൃതിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ആ സച്ചിദാനന്ദ സ്വരൂപന്റെ അത്രയും ആ ഒരു രൂപം, ആ ഒരു സ്ത്രീ, അത് ഭഗവാന്റെ ആ രൂപങ്ങളെല്ലാം വിട്ടിട്ട് ശ്രീദേവി എടോട്ട് പോകാനാ? ഭക്തന്മാരുടെ അടുത്തേക്ക് പോലും ശ്രീദേവി പോകുന്നില്ല എന്നുള്ളതാ. അതുകൊണ്ട് എവിടെ ഓർത്തോളം നമ്മളെല്ലാരും എന്താ പറയുക ചെയ്യുന്നത്? ലക്ഷ്മിയുടെ പൂജ ചെയ്യും. ലക്ഷ്മിയുടെ പൂജ മാത്രം ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, ലക്ഷ്മി ദേവി അവിടെ ഒന്നും വരാൻ പോകുന്നില്ല. ലക്ഷ്മി ദേവിക്ക് തന്റെ ഭർത്താവിനെ വിട്ടിട്ട് ഒരു നിമിഷം പോലും എങ്ങോട്ടും മാറി നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഭഗവാന്റെ ആ സ്വരൂപത്തെ, ഭഗവാന്റെ ആ പൂജ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി വരും. അതുകൊണ്ട് പണ്ടുള്ള ആൾക്കാർ നാരായണ 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 എന്നുള്ള ആ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളായിരുന്നവർക്ക്. അവരുടെ നാമം തുമ്പിൽ എപ്പോഴേ എന്തായിരുന്നു ഉള്ളായിരുന്നെ? ശ്രീ നാരായണന്റെ നാമങ്ങൾ മാത്രം. വെളുപ്പിന് എഴുന്നേൽക്കുക, പണ്ടുള്ളവരുടെ ആ സിസ്റ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റ് ആയിരുന്നു. നമ്മുടെ ഈ തലമുറ വന്നിട്ട് ലേറ്റ് ഉറങ്ങുക, ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക, ആരോഗ്യത്തിന് തന്നെ എന്തോ ദോഷമാകുമെന്ന് അറിയാമോ? അതേസമയം ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒന്ന് കുളിച്ചു എത്ര ഫ്രഷ് ആകുമെന്നറിയാമോ? ആ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല എന്നുള്ളതാ. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഭഗവാനെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭഗവത് ഭക്തിയില് മുഴുകുക. ആ ഭക്തിയോഗമാണ് ഏറ്റവും വേണ്ടുന്നത്. മൂക്കേ തൊടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് നമുക്ക് മൂക്കേ തൊടാം. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ചുറ്റിയിട്ട് മൂക്കേ തൊടാം. ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാം, അതേപോലെ സ്റ്റെപ്പുകളും ഉപയോഗിക്കാം. പക്ഷെ ഭക്തിയോഗത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ നേരെ ലിഫ്റ്റിലേക്ക് പോകുന്നു. അതേപോലെ മൂക്കി തൊടാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ മൂക്കി ഡയറക്റ്റ് തൊടുന്നു എന്നുള്ളത്. അതാണ് ഭക്തിയോഗം. ആ ഭക്തിയോഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരായണീയം പഠിക്കുന്നതിനുള്ള ഡയറക്റ്റ് ഭക്തിയോഗം. ഇതിനകത്തോട്ട് മുഴുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല എന്നുള്ളത്. ആനന്ദം എപ്പോഴും നമ്മളിങ്ങനെ പരമാനന്ദത്തിൽ ജീവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഹരിബോൾ, ഹരേ കൃഷ്ണ. സമയമായി, ഇനി ഞാൻ തുടങ്ങണം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. എല്ലാരും വരിക. മാതാജിയോടുള്ള ആദരപൂർവ്വം നമുക്ക് ഇനിയും ഇതുപോലെ മുടങ്ങാതെ വരാനുള്ള അതിനു വേണ്ടി നമ്മൾ ഒരു 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹരേ.